ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടറിനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഷാൻ റഹ്മാൻ ആൻഡ് വിനീത് ശ്രീനിവാസന്റെ കോംബോയിൽ വന്നിട്ടുള്ള സോങ്സ് ഒക്കെ മലയാളികളുടെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. സോ എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് സോങ്സ് ലിസ്റ്റിൽ എന്തായാലും ഷാൻ റഹ്മാന്റെ സോങ്സ് ഇല്ലാതിരിക്കത്തില്ല. സോ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആളുകളുടെയൊക്കെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുമായിട്ട് അടുത്ത് അറിയണമെന്നുള്ളത് നമ്മൾ പല പല സിറ്റുവേഷനിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് ഇപ്പോൾ അവസാനമായിട്ട് ഷാൻ റഹ്മാന്റെ പേര് കൂടെ ഇൻക്ലൂഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഷാൻ റഹ്മാനും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള സൈറയും ഉയരെ എന്ന് പറഞ്ഞിട്ടുള്ള കൺസേർട്ടിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിജു രാജിനെ 38 lakhs പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ ഈ ലിജു രാജ് എന്ന് പറയുന്ന വ്യക്തി ഷാൻ റഹ്മാനെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ FIR ഇട്ടിരിക്കുകയാണ്. സോ ഈ ഒരു കൺസേർട്ടിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിജു രാജിന്റെ വളരെ ദയനീയമായിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ ബ്രോ, ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒട്ടും ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒട്ടും ഓക്കെ അല്ല മൈൻഡ് ഇപ്പം. അതായത് വലിയൊരു ചതിയിൽ പോയി പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത്. ഷാനിക്കായാലും ശരി, സൈറത്തായാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നമ്മൾ പറ്റിക്കുക ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും, ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. എൻ്റെ കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അങ്ങനെ ടോക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഷോ കഴിഞ്ഞപ്പം പൈസ തരാൻ നേരം പറയാം. എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 lakhs ആയിരുന്നു. അത് കൂടാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവൽ ഇതെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സൈറത്തെയും ഷാൻ റഹ്മാനെയും ചേർന്നിട്ട് എന്നെ കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഒരു രൂപ തരുന്നില്ല. ഓൾമോസ്റ്റ് നിലവിൽ ഒരു 38 lakhs എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി ഈ നിമിഷം വരെ. അതെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. ഒരു രൂപ ക്യാഷ് ആയിട്ട് ചിലവാക്കിയിട്ടില്ല. എല്ലാം അക്കൗണ്ട് ത്രൂ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ആക്ച്വലി നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ റഹ്മാൻ്റെ ബാൻഡിൻ്റെ മാനേജർ ഉണ്ടായിരുന്നില്ല, നെബിൽ, കീബോർഡിസ്റ്റ്. അവരുടെ ബാൻഡ് കീബോർഡിസ്റ്റ് നെബിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ഉണ്ടെന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ഞാൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ എന്നെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം ഒരു ഡിസ്കഷനിലൂടെ എനിക്ക് വർക്ക് കൺഫേം ആക്കുകയും നമുക്ക് ചെയ്യാനുള്ള തീരുമാനം വരികയും ചെയ്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് അവരുടെ ബാൻഡ് ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ലാൻഡ് ഡീൽ മീൻസ് അവരുടെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ചെയ്ത് അവരുടെ കോസ്റ്റ് 25 lakhs എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ടിക്കറ്റിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരുടെ കോസ്റ്റ് 25 lakhs ആണ് ടോട്ടൽ വരുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്കൊരു 35 lakhs സ്പോൺസർഷിപ്പ് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത് ഇതിനകത്തോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്ര വർഷം അവർക്ക് നഷ്ടം വരില്ല, പക്ഷേ നിൻ്റെ പൈസ തരാമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ടോട്ടൽ ഒരു 1 കോടി രൂപയുടെ ചെയ്യാനെടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ പൈസ എന്തായാലും നമ്മൾ തരാം. നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് ബുക്ക് മെഷീൻ പേയ്മെൻറ്റ് വരുമ്പോൾ നിൻ്റെ 35 lakhs തരാമെന്നുള്ള രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ വാട്സപ്പിൽ നെവിൽ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട്, 35 lakhs സ്പോൺഷിപ്പ് ആയിക്കൊണ്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് എല്ലാം ടീം ചെയ്തോളും, ഇനി പ്രൊഡക്ഷൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് മൈ ഷോ കഴിയുമ്പോൾ ഉടനെ പേയ്മെൻറ്റ് വന്നു ഉടനെ തരാമെന്നുള്ള രീതിയിൽ. മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേയ്മെൻറ്റ് മൊത്തം പറഞ്ഞിരുന്നത്. അപ്പം അത് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ കുറേ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോ ഭയങ്കര വിജയമായിരിക്കുമെന്നും മിനിമം 10,000 ക്രൗഡ് കയറും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നെ കൂടെ നിർത്തി തന്നെ ചെയ്തു. ഇതിനിടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നീ ഇപ്പം ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ വേണം, അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിന് മാത്രം എന്നെ കൊണ്ട് 9 ലക്ഷം രൂപ പർച്ചേസിങ് മാത്രം ചെയ്യിപ്പിച്ചു. ഇത്രയും ചോദിച്ചു ഞാൻ അറിഞ്ഞില്ല എന്നെ പറ്റിക്കാനാണ് ഇതെല്ലാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച 2 വ്യക്തികളായിരുന്നു, ഷാനിക്കയും സൈറത്തെയും. പക്ഷെ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഷോ കഴിഞ്ഞിട്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശിൽ നിനക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഷോ ചെയ്തത്. എനിക്ക് പൈസ തരാം, എൻ്റെ 35 lakhs എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 35 lakhs പുറത്ത് തന്നെ അവർ ചിലവാക്കേണ്ട കാശായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ആർട്ടിസ്റ്റിൻ്റെ റൂം, ഫുഡ്, ട്രാവൽ എല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പൈസ, ക്യാമറ ടീമിൻ്റെ പൈസ, ഇതെല്ലാം ബൗൺസേഴ്സ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു പൈസ പേ ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാമെന്നുള്ള രീതിയിൽ പേ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു രൂപ പോലും തരത്തില്ലെന്നാണ് പറയുന്നവരിപ്പം. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ല അവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്.
എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് കേട്ടോ. അവർ തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെന്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു ബാക്ക് ഔട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്ന എഗ്രിമെന്റിൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷം വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞു ഷാനിക്ക അങ്ങോട്ട് ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുക, ഒരു പോലെ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തോന്നി 2 ദിവസം നിനക്കെല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. എന്നിട്ടും ആയില്ല. അങ്ങനെ വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക് നേരിട്ട് പോയി കണ്ടു. അന്നെൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്ക് ഇനി ആയില്ല, ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു ഷാനിക്ക് പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 തീയതി രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടെ ഇറങ്ങുന്നു, എറണാകുളത്തുനിന്ന്. രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറായത്തേക്ക് മൈഗ്രെയിനാ, ഭയങ്കര മീറ്റിംഗും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടാന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തെ തന്നെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല. പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിന്റെ ലാഭം നഷ്ടം നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാം എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. എന്നിട്ട് ഇപ്പം ഷോ കഴിഞ്ഞു. ഭയങ്കര അഭിപ്രായം, ഭയങ്കര റിവ്യൂ. ഇത്രയും വലിയൊരു ഹെവി പ്രൊഡക്ഷൻ കൊച്ചി നടക്കാത്ത രീതിയിൽ വലിയൊരു ഷോ നടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി, ഷാനിക്കാനും സൈറത്തിയാനും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്നെ വിളിച്ച് പേഴ്സണലി എല്ലാവരും നല്ല എല്ലാ രീതിയിലും നമ്മൾ നല്ലത് പറയുന്നു. പക്ഷേ ബുക്ക് മൈ ഷോൻ്റെ പേയ്മെൻറ്റ് വന്ന് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിന് ശേഷം അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറി. എന്ത് പൈസ എൻ്റെ ചോദ്യമാണ്, ഇനി ഞാൻ എന്ത് പൈസ തരേണ്ടതെന്ന്. ഞാൻ പറയും എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തരാണ്ടെന്ന് പറയാൻ പറയാം, നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. നിനക്ക് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. കഷ്ടപ്പെട്ട് 2 മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത്. പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണിയത് രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുത്തെടുത്താൽ 19 തീയതി തരാമെന്ന് പറഞ്ഞ് ഗ്രൗണ്ട് തന്നത് 22 തീയതി. 4-5 ദിവസം ഡേ നൈറ്റ് 24 hours പണിയെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് അത്രത്തോളം അവരെന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ആ രീതിയിലാണ് ഇവർ പിന്നെ നശിപ്പിച്ച് ഇട്ടേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലീഗൽ എഗ്രിമെൻറ്റ് ഞാൻ അവരോട് ചെയ്തില്ല. അവരെ വാക്കിനെ വിശ്വസിച്ചു. അവിടെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവരെ വാക്കിനെ വിശ്വസിച്ചു, കൂടെ നിന്നു. അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഷാനിക്കാനും ശരി, സൈറത്തേനും ശരി, ഫുള്ള് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എന്നോട് പറയുക പ്രൊമോഷൻ കിട്ടിയെന്ന്. എനിക്കറിയില്ല ബ്രോ എന്താ ചെയ്യണമെന്നുള്ളത്. 1 രൂപ പണിയെടുത്ത 1 രൂപ തന്നിട്ടില്ല. നിമിഷം വരെ 1 രൂപ തന്നിട്ടില്ല പണിയെടുത്ത. ഷാൻ റഹ്മാനും വൈഫും ചേർന്ന് ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശം എന്നല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. മ്യൂസിക് ഡിറക്ഷനിലൂടെയും കൺസേർട്ടിലൂടെയൊക്കെ ഒരുപാട് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യനെ 38 lakhs ഒക്കെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അനുഭവിക്കാതെ പോകില്ല എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ലിജോ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് എഗ്രിമെന്റ് വെച്ചില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ഇവരെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണല്ലോ. സോ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ എഗ്രിമെന്റ് ഇന്റൻഷനലി ഒരിക്കലും ഡിലേ ചെയ്യാണെന്നുള്ളത് ഇദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഷാൻ റഹ്മാനെയും അദ്ദേഹത്തിന്റെ വൈഫിനെയും അത്രയേറെ വിശ്വസിച്ചിട്ടുണ്ടാവണം. ഇവരൊക്കെ ഇത്രയും വലിയൊരു സ്കാമേഴ്സ് ആണെന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എഗ്രിമെന്റിന് ഡിലേ ചെയ്തപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞത് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഷാൻ റഹ്മാൻ ഈ പ്രൊഡ്യൂസറിനെ അങ്ങോട്ടേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വയ്ക്കാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇറ്റ് ഡസൻ ഗെറ്റ് ഇൻസൈഡ് യുവർ ഹെഡ്. യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗേൻസ്റ്റ് ഐ വിൽ ഗോ അഗേൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗേൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി
നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഉയരെ വന്നപ്പോഴാണ് ERP ആളുകൾ അറിഞ്ഞോ? അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല, ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിൽ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ ഒരു സെൻസും ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നുമല്ല ഇടണം. ഇത് ഞാൻ നീ ഈ വോയിസിലോട്ട് സേവ് ചെയ്ത് വെച്ചോ, നിനക്ക് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, നീ അയച്ചു കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഭാഗത്ത് ഒരു സത്യവും ഇല്ല. ഇടാത്ത പൈസയുടെ കാര്യമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടാത്ത പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല. ഇത്രയും എനിക്ക് നീ വോയിസ് നോട്ടോ റിപ്ലൈ ഒന്നും അയക്കണ്ട. ഞാനത് കേൾക്കാനും പോകുന്നില്ല, ഞാനത് കാണാനും പോകുന്നില്ല. എനിക്ക് അതിനുള്ള താല്പര്യമില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. ഇനി സൈറക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു മൂവ് ലീഗലി. ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് ദ ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു അവളോട് ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലാന്ന്. പക്ഷെ നിനക്ക് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ പെടാപ്പാട് പെടുമ്പോൾ ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കി കഴിഞ്ഞാൽ പൊന്നിനിരു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം എന്റെ വീട്ടിലെ സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീ ഡെയിലി വിളിച്ചിട്ട് ഇന്നലെ ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് എന്താണ് എന്തെങ്കിലും ഇപ്പം അവള് പറഞ്ഞു ഡോക്യുമെന്റ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിലേക്ക് നീ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അതന്നല്ലേ ടൈപ്പ് ചെയ്ത് അയച്ചേക്കണം. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതും ഇല്ല. നിന്റെ ഭാഗത്ത് എടാ ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വി ആർ വർക്കിംഗ് ഫോർ യു. എങ്ങനെങ്കിലും അടുത്ത പ്രോജക്റ്റ് എങ്ങനെങ്കിലും നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എനിക്കിനി നിന്നെ കാണണ്ട, എനിക്കിനി നിന്റെ മുഖം കാണണ്ട. ഞാൻ നിന്റെ കൂടെ ഈ ജന്മത്തിൽ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ERPയും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എന്റെ ഭാര്യ നിനക്ക് എന്തെങ്കിലും രീതിയിൽ ലോൺ എടുത്തിട്ട് നിനക്ക് കുറച്ച് പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി സൈറോ നിനക്ക് പൈസ തരുന്ന ഞാൻ അവളോട് ഇപ്പോഴും ഞാൻ പറയും പൈസ കൊടുക്കണ്ട. കാരണം നിന്റെ സ്വഭാവമാണ്. നീ പറഞ്ഞ കാര്യം ഒരു രീതി ഞാൻ നിന്നോട് പ്രൊഡക്ഷന്റെ കാര്യം ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടും നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊടുക്കുന്നത്. അത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തരാണ് നീ. ഞാനില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഞാൻ വെള്ളം ആരോടെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാനില്ലാത്തൊരു ഗ്രൂപ്പ് എനിക്ക് അത്രയും വിവരദോഷിയാണ് നീ. അത്രയും വിവരമില്ലാത്ത ഒരുത്തരാണ് നീ. ഇനി നീ സൈറക്ക് ഒരു തലവേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ നിജു ഞാൻ നിന്നോട് പറയാണ്. ഷാനിന്റെ വൈഫിന്റെ സമാധാനമാണ് ഇമ്പോർട്ടന്റ്. ഇത്രയും ലക്ഷം നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ സമാധാനത്തിന് ഇവിടെ യാതൊരു വിലയില്ലേ? ഭാര്യയും ഭർത്താവും ചേർന്ന് പറ്റിച്ചിട്ട് നാണമില്ലേ ഇങ്ങനെ ഇദ്ദേഹത്തിനോട് സംസാരിക്കാനായിട്ട്? നമുക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതില്ലാത്തവരാണ് ഇതുപോലെ നേരും നിറയൊന്നും നോക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് ഏതോ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്കയെ വെച്ചൊരു മൂവി ചെയ്തിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂക്ക അദ്ദേഹത്തിന് വേറൊരു നല്ലൊരു ഫിലിം കൊടുക്കുകയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ മനുഷ്യത്വം എന്ന് ഒരു സാധനം ഇല്ലാത്തവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സോ ഇനിയെങ്കിലും എത്ര വലിയ ആക്ടറാണ് അല്ലെങ്കിൽ എത്ര അറിയാവുന്ന ആൾക്കാരാണ് എന്നൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആരാണ് എപ്പോഴാണ് പണി തരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം വെച്ച് അതിന്റെ ഒരു കൃത്യതയോട് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.